എൻ്റെ ഒരു ബന്ധുവാണ് പുതുക്കോട്ടിലേക്ക് വരൂ, ഇവിടെ നല്ല കാഴ്ചയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ എല്ലാം പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. പുതുക്കോട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു പുതുക്കോട് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്തുള്ള പുതുക്കോടാണ്. എന്ന് വെച്ചാൽ കണ്ണമ്പ്ര പുതുക്കോട്. ഞാൻ അങ്ങോട്ടേക്ക് പോകാനാണ് പുറപ്പെട്ടതും. എന്തായാലും പോകുന്നതിന് മുമ്പ് അവർ എനിക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചതുകൊണ്ട് എനിക്ക് അത്രയും ദൂരം ഓടേണ്ടി വന്നില്ല. കാരണം ഈ പുതുക്കോട് പാലക്കാട് ടൗണിൽ നിന്നും അടുത്തു തന്നെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പാലക്കാട് നിന്നും പോകുമ്പോൾ ഹൈവേ വഴി കണ്ണനൂർ എത്തി. കണ്ണനൂരിൽ നിന്നും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ KPM എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കാണാം. ആ KPM എത്തുന്നതിന് തൊട്ട് മുൻപ് ഇടതുവശത്തായി തന്നെ ഒരു റോഡ് പോകുന്നത് കാണാം ഉള്ളിലേക്ക്. അതിലെ ഒരു 2 കിലോമീറ്റർ ഏകദേശം പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ഥലത്ത് എത്താൻ പറ്റും. പക്ഷേ എനിക്ക് ആ KPM എന്നുള്ള സ്ഥാപനത്തിൻ്റെ അവിടെ നിന്നും ഇടത്തോട്ട് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് വഴി തെറ്റി. ഞാൻ നേരെ കുഴൽമന്നം ജംഗ്ഷനിലെത്തി. അവിടെ ആരോടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ നിന്നും ഈ ജംഗ്ഷനിൽ നിന്നും നിങ്ങൾ തേൻകുറിശി ഭാഗത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെയും ഇടത്തോട്ടൊരു റോഡ് കാണാം, ആ വഴിക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സ്ഥലത്തിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് വന്നത്. കുഴൽമന്നം വഴി ആണ് ഞാൻ വന്നത്. എന്തായാലും വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് സംഗതികൾ മനസ്സിലായി ഇവിടെയാണ്. കാരണം എൻ്റെ ബന്ധു പറഞ്ഞ ആ അടയാളങ്ങളെല്ലാം ഉള്ള ആദ്യം ഒരു കുറുമ്പ ഭഗവതിയുടെ ക്ഷേത്രം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രം, വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു ഗ്രാമം എന്ന് ശരിക്കും പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. പാലക്കാടൻ ഉൾനാടൻ ഗ്രാമങ്ങളിലെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചു വെച്ചിട്ടുള്ള ഒരു പ്രകൃതി. അതാണ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. ഒരുപാട് വളവും തിരിവുമൊക്കെയുള്ള അധികം വീതിയില്ലാത്ത റോഡ്. ആ റോഡിന് ഇരുവശവും ആ ഗ്രാമത്തിലെ ആളുകളുടെ പഴയ മാതൃകയിലും പുതിയ മാതൃകയിലുമൊക്കെയുള്ള വീടുകൾ. തൊട്ടടുത്ത് തന്നെ കുറുമ്പ ഭഗവതിയുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങോട്ട് കുറച്ച് മേൽപോട്ട് കയറിയാൽ ഈ ഒരു ശിവക്ഷേത്രം, നനുനനുക്കനെയുള്ള ഒരു ചെറിയ ചാറ്റൽ മഴ, എല്ലാം കൊണ്ടും നല്ല രസമുള്ള ഒരു കാലാവസ്ഥയും അതേപോലെ തന്നെ കാണുവാൻ കൗതുകമുള്ള കാഴ്ചകളും. ശിവക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അന്തിമഹാകാളൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. മരത്തിനു മുകളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു കോളാമ്പി സിസ്റ്റവും അതിലൂടെ ഒഴുകി വരുന്ന ഭക്തിഗാനങ്ങളുമെല്ലാം നമ്മളെ ഒരു പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അന്തിമഹാകാളൻ്റെ തൊട്ടടുത്ത് തന്നെ നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് എൻ്റെ ഒരു ചാനൽ കാണുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്, താങ്കൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാറില്ലേ? കാരണം താങ്കളുടെ റിവ്യൂകളെല്ലാം അമ്പലത്തിന് വെളിയിൽ മാത്രമാണ്, എന്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകാതിരുന്നത് എന്നെല്ലാം. വേറൊന്നും കൊണ്ടല്ല, പല അമ്പലങ്ങളിലും നമ്മൾക്ക് ഉൾഭാഗം ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്നുള്ള റിവ്യൂകൾ തരുന്നത്. ഇവിടെയും സ്ഥിതി മറിച്ചല്ല. നമ്മൾക്ക് ക്യാമറ അതേപോലെ മൊബൈൽ ഫോണോ ഉള്ളിൽ കൊണ്ടുപോയി ചിത്രീകരിക്കാനോ ഫോട്ടോകൾ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധ്യമല്ല. അത് പല അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ പുറത്തുള്ള ചുറ്റുഭാഗങ്ങളിലുള്ള പ്രതിഷ്ഠകളുടെ ഒരു വിവരണം തരുന്നത് കൊണ്ടോ അങ്ങനെയുള്ള ഫോട്ടോകൾ എടുക്കുന്നത് കൊണ്ടോ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അമ്പലങ്ങളിലെ ആ ഒരു ഫോട്ടോയോ ഇല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ പടമോ എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടുത്തെ എന്തെങ്കിലും ഐതിഹ്യങ്ങൾ നമ്മൾക്കറിയുമെങ്കിൽ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഒരു കൽപ്പടവുകൾ കാണാം. അങ്ങനെ റോഡിൻ്റെ 2 വശത്തുകൂടെ നമ്മൾക്ക് അമ്പലത്തിലേക്ക് കയറി വരാം. വളരെ ഇടുങ്ങിയ റോഡുകളായതുകൊണ്ടും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളായതുകൊണ്ടുമൊക്കെ ഇവിടെ ഡ്രൈവിംഗ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അമ്പലത്തിന് ചുറ്റുമായി താമസിക്കുന്ന ഗ്രാമവാസികൾ തന്നെയാണ് ഇവിടുത്തെ നിത്യസന്ദർശകർ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഇതാ വേറൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ഒരു പറ്റം ആടുകൾ, അതിനെയും മേച്ചു കൊണ്ടുപോകുന്ന ഒരാൾ. ഇത്തരം കാഴ്ചകളെല്ലാം നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോയേ പറ്റുള്ളൂ. ഉൾനാടൻ ഗ്രാമങ്ങളെപ്പറ്റി അറിഞ്ഞാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളുമെല്ലാം നമ്മൾക്കറിയാൻ കഴിയുക. എൻ്റെ ബന്ധു തന്നെയാണ് എന്നെ ഈ ഒരു സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ ഈ ഒരു അമ്പലം ഇവിടുത്തെ ഒരു കുടുംബക്കാരുടെ അവരുടെ കുടുംബക്ഷേത്രമാണ്. ഇതൊരു മുരുകൻ കോവിലാണ്, മുരുകൻ്റെ അമ്പലമാണ്. ഇവിടെ കാർത്തിക വിളക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാണ് അവർ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് അവരുടെ കുടുംബ ക്ഷേത്രമാണ്.
അപ്പോൾ ഈ ഒരു അന്തരീക്ഷവും തീർത്തും ചുറ്റുപുറവും കാട്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കോവിൽ, അതും വളരെ രസകരമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെല്ലാം പോയി കഴിഞ്ഞാൽ നിറയെ വയലുകളും തെങ്ങിൻ തോപ്പുകളുമൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണെങ്കിൽ വലിയൊരു കൊടും കാടിൻ്റെ പ്രതീതി ഉണർത്തുന്ന ഭൂപ്രദേശമാണ്. നിറയെ ആ ഒരു മുളം കാടുകളും അതേപോലെ പുളി, തേക്ക് തുടങ്ങിയ മരങ്ങളും മറ്റേതെല്ലാമോ പേരറിയാത്ത കുറേ മരങ്ങളുമൊക്കെ അവിടെയുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാണ് അത് തുറന്നത്. അത് തുറന്നപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിറയെ കൃഷിയും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായി നോക്കുമ്പോൾ കാണുക. ഇതാ പഴയ ഒരു വീടാണ്. ആൾ താമസമുണ്ടോ എന്നറിയില്ല. അങ്ങനെ പല വീടുകളും നമ്മൾക്ക് കാണാം. ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് വീടുകൾ പൂട്ടിക്കിടക്കുന്നതും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതുമൊക്കെ ആയിട്ട് കാണാം. കാരണം ഒരുപാട് ആളുകൾ ഗ്രാമങ്ങൾ ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോയി വേറെ ടൗണിലോ വല്ലവിടെയുമൊക്കെ വീടുകൾ വെച്ച് താമസിക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല. എങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കുറേയേറെ വീടുകൾ പൂട്ടിക്കിടക്കുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ അതെല്ലാം ആൾ താമസമില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലംപൊത്തി കിടക്കുന്നുണ്ടാവാം. തങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിനെ സ്നേഹിക്കുകയും എന്തുതന്നെ സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായാലും അവിടെയൊന്നും വിട്ടുപോകാതിരിക്കുന്നവരെയും നമ്മൾക്ക് കാണാൻ കഴിയും. നടുമുറ്റമൊക്കെയുള്ള ഒരു വീടായിരുന്നു ഇവിടെ മുൻപ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നിലം പൊത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വീടില്ല. തൊട്ടടുത്തായി തന്നെ ഒരു കുളം കാണാം. അതിൻ്റെ ഓരത്ത് കുറേ വാഴകൾ, പപ്പായ എന്നീ മരങ്ങൾ, തെങ്ങ് ഇതെല്ലാം ഉണ്ട്. അതേപോലെ തന്നെയാണ് വളരെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഒരു കുളം. അത് ഗ്രാമവാസികളെല്ലാം മുൻകൈയെടുത്ത് അതിനെ ഒരു ശുദ്ധജലമാക്കിയായിട്ടുള്ള ഒരു കുളമാക്കി മാറ്റിയെടുത്താൽ, വൃത്തിയാക്കിയെടുത്താൽ ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ഗ്രാമത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.